വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡിന്നർ ചിക്കൻ പാസ്ത. ഞാൻ അതിന് വേണ്ട സംഭവങ്ങളെല്ലാം റെഡി വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളർ ഒണിയൻ നല്ലത്, അത് വൈറ്റ് കളർ ഒണിയൻ, പിന്നെ ചില്ലി, ജിഞ്ചർ, ഗാർലിക്, അതിലൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യും. ഞാനിപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കത്തിൻ്റെ എല്ലാ കളേഴ്സും തന്നെ എടുത്തിട്ടുണ്ട്. തക്കാളി, പിന്നെ ചിക്കൻ, പിന്നെ നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കേക്ക് എന്താ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക്? അതിന്റെ ബാക്കി ഭാഗമൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് ഇവിടെ ഒരാള് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ട് കേട്ടോ. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക്. നീനു ഹായ്. ഇതെന്നാ ബീറ്റ്റൂട്ടൊക്കെ കൈ പിടിച്ചോണ്ടിരിക്കണേ സ്പെഷ്യൽ കേക്കാന്ന് പറഞ്ഞിട്ട്. ഇന്ന് എന്നാ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതൊന്ന് പറഞ്ഞേ. അല്ല എനിക്ക് ഒരു റെഡ് കളർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ ഞാൻ കളർ വാങ്ങിച്ചെടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബീറ്റ്റൂട്ട്, നല്ല കളറുള്ള ബീറ്റ്റൂട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് കളർ ഉണ്ടാക്കി. ഇതൊക്കെ ഒരു പരീക്ഷണം കേട്ടോ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ബീറ്റ്റൂട്ട് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ ആക്കി കട്ട് ചെയ്ത് നമുക്ക് ആദ്യമേ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇല്ല, ഇത് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്തെടുത്തിട്ട് മിക്സിയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. ഇല്ല, നമുക്ക് നോക്കാം റെഡ് കളർ കിട്ടില്ലയോ. ഇതിന് ഹെൽത്തിയല്ലേ, കളറും ചേർത്തില്ല. കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ കളർ എന്തായാലും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. എന്തോ ഒരു പരിധിയില്ലേ ഇത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. നമ്മുടെ ബീറ്റ്റൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നീനു നീ അടുത്ത തന്നെ പരിപാടി. അപ്പൊ ആ നേരം കൊണ്ട് അല്ല ബീറ്റ്റൂട്ട് അത് തണുത്തിട്ട് വേണമല്ലോ ഇനി അരച്ചെടുക്കുക. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ഏകദേശം കേക്കിന്റെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കണം. എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. എന്റെ കൈ ഏതായാലും ചുമന്നിട്ടുണ്ട്. കേക്ക് ചുമപ്പോ ഞാനും കഴിക്കാൻ പോകും. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ എത്ര സിമ്പിളായിരുന്നു. ബീറ്റ്റൂട്ട് അരച്ചെടുത്തു. നല്ല കളറുണ്ടല്ലേ. ഈ കളർ കേക്കിന് കിട്ടുക പോലും കുറച്ചുകൂടെ ഡിമ്മാവുമായിരിക്കും. പക്ഷെ നല്ല കളറല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ആഡ് ചെയ്താലും മതിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ആവേശത്തിൽ അങ്ങോട്ട് ഇട്ടുപോയതാ. ഒരു കപ്പ് വേണ്ട, ഒരു 3/4 കപ്പ് മതി. ഓക്കെ, അപ്പം എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് നിന്നോട് എന്തോ ചെയ്യണ്ട കേട്ടോ. ഈ കമ്പ് പോലും വെച്ച് ഒന്നും മൈൻഡ് ചെയ്യരുത്. ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കണതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ. ഇതുപോലെ തന്നെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നല്ലേ. അപ്പൊ നീനു ഏകദേശം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഏകദേശം റെഡി ആണെന്ന് തോന്നുന്നു. നീനു ഇതന്നെ കേക്ക് കളർ വന്നു. ഇനി ഞങ്ങൾ എന്തായാലും നമ്മുടെ ബേക്ക് ചെയ്യാൻ പോവാ. ബേക്ക് ചെയ്തിട്ട് ഏത് രീതിയിൽ വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാണിച്ചു
കേക്ക് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ ഞാൻ കേക്ക് നോക്കട്ടെ എന്താവും. വാവ്, ഇതാണല്ലോ നമ്മുടെ കേക്ക്. സൂപ്പറായിട്ടുണ്ടല്ലോ, അടിപൊളി. സൂപ്പറായിട്ട് കേട്ടോ. ഞാനോ കൊള്ളാം. എന്തൊരു സ്റ്റൈലൊന്നും ഉണ്ടാക്കുന്നതല്ല, ഒരു പരീക്ഷണമല്ല. കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണോ പലതരത്തിലുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്തത്? ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, നമ്മുടെ സ്പൈസി കേക്ക്. ബോയിൽ ചെയ്ത അത് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചത്. നമുക്ക് ചിക്കൻ ഞാൻ ഏകദേശം വേവിച്ച് വെച്ചേക്കുന്ന ചിക്കന് അതുകൂടി നോക്കിയിട്ട് ഇതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. രണ്ട് 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. കുക്കിംഗ് ക്രീമും കൂടെ കുറച്ച് ആഡ് ചെയ്തു. അങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നീനുവിന്റെ ഇറ്റാലിയൻ ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ഉണ്ടാവുമോ? നല്ല ചൂടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. സൂപ്പർ, അടിപൊളി, സൂപ്പർ, വാവ്, സൂപ്പർ. ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, അതിന് മുമ്പ് അപ്പനും മോനും കഴിച്ചു തുടങ്ങി. സൂപ്പർ, അടിപൊളി. നിന്നു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. പെർമിഷൻ ക്രിസ്തുവിന്. സൂപ്പർ, താങ്ക് യു അമ്മ എന്ന് പറഞ്ഞു. താങ്ക് യു അമ്മ. ഒരു വെൽക്കം ഡ്രിങ്ക്സ് കൂടെ റെഡിയാക്കാം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഡ്രിങ്ക്സ് വേണ്ട. അപ്പോൾ അതിന് കുറച്ച് മിൻറ്റ്, പിന്നെ കുറച്ച് സ്ട്രോബെറി, പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്. ഇതൊന്ന് പയ്യെ നിറച്ച് just wanna behold you. Time to say goodbye. You to your love again. Missing you, I'm missing you. Come to me again. Come on, baby, let it go. Make me fine again. Love is you. I need you
ഡിന്നർ എല്ലാം സെറ്റാക്കി. പാസ്ത, സാലഡ്, എല്ലാം റെഡിയായിട്ടുണ്ട്. സ്ട്രോബെറി ജ്യൂസ്, എല്ലാം സെറ്റായി. കാബേജ്. അപ്പൊ ഞങ്ങള് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ബീറ്റ്റൂട്ട് ഇട്ടാലും റെഡ് ആവാത്ത ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ കേക്ക്. കേക്ക് നല്ലതാ. ബീറ്റ്റൂട്ടിന്റെ യാതൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് ഐസ്ക്രീം അതിന് മുകളിൽ വെച്ചു. I'm missing you party time to let it go 이 밤이 지나가면 널 다시 못 볼 것 같아 내게 다가와줘 어서 내게 키스를 해줘 오늘 이 밤이 내게 너무 소중해 내게 장난치지 마 다가와 my baby girl I need you stay here